ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ഷൊർണൂർ നഗരസഭ ബസ് സ്റ്റാൻഡ് മലിനജല സംസ്കരണ പ്ലാന്റ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യും. നഗരത്തിലെ സ്ഥാപനങ്ങളിൽ നിന്നും കെട്ടിടങ്ങളിൽ നിന്നുമുള്ള മലിനജലം സംസ്കരിച്ച് ഒഴുക്കിവിടുന്നതിനായാണ് സംസ്കരണ പ്ലാന്റ് നിർമ്മിച്ചത്. 1 കോടി രൂപ ചെലവിൽ നഗരസഭ ബസ് സ്റ്റാൻഡിനകത്താണ് പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത്. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മലിനജലം പൈപ്പുകൾ വഴി പ്ലാന്റിലേക്ക് എത്തിച്ച് സംസ്കരിക്കുന്ന രീതിയിലാണ് പദ്ധതി. ദൂരെയുള്ള സ്ഥാപനങ്ങളിലെ മലിനജലം ടാങ്കറുകളിൽ എത്തിച്ചാണ് സംസ്കരിക്കുക. നഗരത്തിൽ ഒരു ദിവസം ഉണ്ടാകുന്ന മലിനജലം സംസ്കരിക്കാനാവുന്ന പ്ലാന്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പ്ലാന്റിൽ ശുദ്ധീകരിച്ച ശേഷമാണ് വെള്ളം അഴുക്കുചാൽ വഴി പുറത്തേക്ക് ഒഴുകുക. ജലസ്രോതസ്സുകൾ മലിനമാകാതിരിക്കാനാണ് മലിനജല സംസ്കരണ പ്ലാന്റ് ഒരുക്കിയത്. ശുദ്ധീകരിച്ച വെള്ളത്തെ പുനരുപയോഗിക്കാനുള്ള സാധ്യതയും പദ്ധതിയിലൂടെ നടപ്പാക്കുന്നുണ്ട്. ഇത് 2024 മാർച്ചിലാണ് ഇതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചത്. 1,10,00,000 രൂപയുടെ അടങ്കലുള്ള പദ്ധതി കൂടിയാണ്. നഗരസഭയിൽ ആദ്യമായിട്ടാണ് ഒരു മിനി സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നമുക്ക് സ്ഥാപിക്കാനാവുന്നത്. നമ്മുടെ നഗരസഭയിൽ റോഡ്, വെള്ളം, വെളിച്ചം ഇതിന് പുറമെ മാലിന്യ സംസ്കരണ രംഗത്ത് പുതിയ അധ്യായങ്ങൾ രചിച്ച ഒരു നഗരസഭ കൂടിയാണ് ഷൊർണൂർ. അതിലേക്ക് മറ്റൊരു പ്രോജക്റ്റ് കൂടി നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കുകയാണ്. ഡോട്ട് വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.